സൗദിയിൽ വാടക കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്കറിയാം. 2 ആഴ്ച മുൻപാണ് അത് പ്രായോഗികമായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സൗദിയിലെ ഈ റിയാദിൽ വാടക വർധന നിരോധിച്ച നിയമം ലംഘിച്ചതിനാണ് 18 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുന്നത്. 268 പരാതികൾ ലഭിച്ചതിൽ 250 പരാതികളിലും തെളിവ് പരിശോധിക്കുന്നതായി റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമം ലംഘിച്ച് വാടക വർദ്ധിപ്പിക്കുന്നതിലും ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുക, ഇതിനെതിരെയൊക്കെ നടപടിയുണ്ട്. റിയാദിൽ നിന്ന് തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, 2 ആഴ്ചയിൽ തന്നെ ഇത്രയധികം കേസുകൾ വന്നു എന്നുള്ളതാണ്. എന്തൊക്കെ വകുപ്പുകളിലാണ് കേസുകൾ വന്നിരിക്കുന്നത്? അതെങ്ങനെയാണ് നിയമപരമായിട്ടത് ഡീൽ ചെയ്യുന്നത്? വിവരങ്ങൾ. കുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൗദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ റിയാദിൽ വാടക നിരോധന നിയമം കൊണ്ടുവന്നിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമവും ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങുകയും ചെയ്തു. അതായത് 5 വർഷത്തേക്ക് റിയാദിൽ വാടക നിരോധന നിയമം പ്രാബല്യത്തിലുണ്ടാകും എന്ന് മാത്രമല്ല, ഈ കാലയളവിൽ ഒരു നിലക്കുള്ള വാടക വർധനയും അത് വ്യാപാര സ്ഥാപനത്തിലാണെങ്കിലും ഒപ്പം തന്നെ താമസ കെട്ടിടത്തിലാണെങ്കിലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവണതയും നേരത്തെ സജീവമായിരുന്നു. അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇതിൽ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന 15 ദിവസം മുതൽ ഏതാണ്ട് ഇന്നേ ദിവസം വരെ ഏതാണ്ട് 268 വയലേഷനുകൾ, അതായത് 268 പരാതികളാണ് സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിക്ക് ലഭിച്ചത്. ഇതിൽ 250 കേസുകളിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ 18 സ്ഥാപനങ്ങൾക്ക് നിലവിൽ തന്നെ 18 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് നിലവിൽ തന്നെ നോട്ടീസ് നൽകുകയും അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഈ നിയമം വഴി ഉണ്ടാകും. കാരണം ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാടകക്കാരെ അനാവശ്യമായി പുറത്താക്കാൻ വാടകക്കാരന് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും നിലക്കുള്ള വാടക വർധനയും ഈ നിയമം അനുവദിക്കുന്നില്ല. ഈ 2 പ്രധാനപ്പെട്ട നിബന്ധനകളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പേർ ഇപ്പോൾ പരാതിയുമായി അതോറിറ്റിയെ സമീപിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വയലേഷനുകൾ, പ്രത്യേകിച്ച് വാടക നിരക്ക് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ നിന്നും ഒഴിയാൻ ആവശ്യപ്പെടുക എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതോറിറ്റിയെ സമീപിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള പരിശോധനകൾ അതുപോലെ തന്നെ പരാതികൾ സ്വീകരിക്കൽ തുടരുമെന്ന് അതോറിറ്റി അറിയിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും പ്രവാസികൾക്കും സൗദികൾക്കും ഒരുപോലെ തന്നെ പരാതികൾ നൽകുകയും അവർക്ക് പരാതികളുണ്ടെങ്കിൽ അതിൽ പരിഹാരം കാണുകയും ചെയ്യുമെന്ന് അതോറിറ്റി ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.